नमस्कार प्यारे बच्चों, बीर बहूटी कहानी के आधार पर विश्लेषणात्मक प्रश्न और अभ्यास भाग की ओर हम जा रहे हैं। विश्लेषणात्मक प्रश्न 1, बादल को देखकर घड़े को नहीं डुलाना चाहिए, दुकानदार ने ऐसा क्यों कहा? മഴക്കോള് കണ്ട് കുടം മറിക്കരുത്, കച്ചവടക്കാരൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ആൻസർ, സാഹിൽ ने स्याही भरवाने का निश्चय किया, സാഹിൽ മഷി നിറയ്ക്കുവാൻ തീരുമാനിച്ചു. निश्चय किया डिसाइडेड, തീരുമാനിച്ചു. तो उसने कलम की बची हुई स्याही जमीन पर छिड़क दी, അപ്പോൾ അവശേഷിച്ചിരുന്ന പെന്നിലെ മഷി ബച്ചി ഹുയി അവശേഷിക്കുക, സ്യാഹി മഷി ജമീൻ പർ ചിടക് ദി അവൻ കുടഞ്ഞുകളഞ്ഞു, ചിടക് ദി കുടഞ്ഞുകളഞ്ഞു. ദുകാൻ പഹുഞ്ചിനെ പർ കടയിലെത്തിയപ്പോൾ വഹാ സ്യാഹി നഹി ഥി അവിടെ മഷി ഉണ്ടായിരുന്നില്ല. തബ് ദുകാൻദാറിനെ ഐസാ കഹ അപ്പോൾ കടക്കാരൻ ഇങ്ങനെ പറഞ്ഞു. ഈ പറയുന്നതിന്റെ അർത്ഥം കിസി ബാത് പർ കേവൽ അന്ദാസ ലേക്കർ കാം കർന ഠീക് നഹി ഹെ, ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഊഹിച്ചതിനു ശേഷം അന്ദാസാലേന ഊഹിക്കുക, അങ്ങനെ ചെയ്യുന്നത്, ഊഹം കൊണ്ട് മാത്രം നാം എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ല. അസ്ലിയത് കോ പെഹലെ പെഹചാന ചാഹിയെ, അസ്ലിയത് യാഥാർത്ഥ്യം, യാഥാർത്ഥ്യം എന്താണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. പെഹചാന തിരിച്ചറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. जब वह उसके पास आकर बैठी उससे नजर नहीं मिला पाई, क्यों? അവന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട്? ആൻസർ, ബേല സാഹിൽ കോ ബഹുത് പ്യാർ കർത്തി थी, ബേല സാഹിലിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഉസ്കെ സാമനെ വ ലജ്ജിത് ഹോന നഹി ചാഹത്തി थी, അവന്റെ മുൻപിൽ നാണക്കേട് തോന്നാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ലജ്ജിത് ഹോന ലജ്ജ തോന്നുക. ലേക്കിൻ മാഡ് സാബ് കാ വ്യവഹാർ, എന്നാൽ അധ്യാപകന്റെ പെരുമാറ്റം, വ്യവഹാർ പെരുമാറ്റം, സാഹിൽ की उपस्थिति में था, സാഹിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു. ഉപസ്ഥിതി സാന്നിധ്യം. इससे उसे बहुत दुख हुआ, അതുകൊണ്ട് അവൾക്ക് വളരെ ദുഃഖം തോന്നി. इसलिए बेला साहिल से नजर नहीं मिला पाई, അതുകൊണ്ട് തന്നെ ബേലയ്ക്ക് സാഹിലിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. प्रश्न 3, इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसे दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो, इसका मतलब क्या है? ഈ കുട്ടികളെ തനിക്ക് ചുറ്റും കളിക്കുന്നത് കണ്ട് ഗാന്ധി പ്രതിമ മറ്റു സമയങ്ങളെക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്നതായി തോന്നിച്ചു. ഇതിന്റെ അർത്ഥം എന്താണ്? ആൻസർ, ബച്ചേ ഹമേശ ബച്ചേ ഹി ഹെ, കുട്ടികൾ എല്ലായ്പ്പോഴും കുട്ടികളാണ്. ഉനെ ഹമേശ ഖുഷ് രഹനാ ചാഹിയെ, അവർ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഉൻകി ഖുഷി ദേഖ്നെ വാലോं को भी खुश रखती है, അവരുടെ സന്തോഷം കാണുന്നവരുടെയും സന്തോഷമാണ്. യഹാ ഗാന്ധിജി की मूर्ति तक बच्चों की खुशी देखकर मुस्कुरा रही है, ഇവിടെ ഗാന്ധിജിയുടെ പ്രതിമ പോലും കുട്ടികളുടെ സന്തോഷം കണ്ട് പുഞ്ചിരിക്കുന്നു. प्रश्न 4, यह बारिश से पहले की बारिश का एक दिन था, कहानी के प्रसंग में यह कैसे सार्थक होता है? ഇത് മഴക്കാലത്തിന് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു, കഥാസന്ദർഭത്തിൽ ഇതെങ്ങനെ അർത്ഥവത്താകുന്നു? യഹാ ബാരിഷ് ഏക് പ്രതീക് ഹെ, ഇവിടെ മഴ ഒരു പ്രതീകമാണ്. ഉസി പ്രകാർ ബാദൽ ഭി, അതുപോലെ തന്നെ മേഘങ്ങളും. ബേല और സാഹിൽ കാ ദുഃഖ് ബാദൽ കെ സമാൻ ഛായാ ഹുവാ ഹെ, ബേലയുടെയും സാഹിലിന്റെയും സ്നേഹം മേഘത്തെ പോലെ വ്യാപിച്ചിരിക്കുന്നു. സാഹിൽ की आंखों से पानी बरस रहा है, സാഹിലിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരുന്നു. यहाँ कथाकार ने प्रकृति की रोनी सूरत और बच्चों की रोनी सूरत दोनों को दर्शाया है, ഇവിടെ ഈ കഥാകാരൻ പ്രകൃതിയുടെ ദുഃഖത്തിലൂടെ കുട്ടികളുടെ ദുഃഖത്തെയും ചിത്രീകരിച്ചിരിക്കുകയാണ്. അതായത് ബേലയുടെയും സാഹിലിന്റെയും വേർപാട് പ്രകൃതിയെ പോലും വേദനിപ്പിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. बीर बहूटी अभ्यास के प्रश्न. क्वेश्चन नंबर 1, मिलान करे, मैच द फॉलोइंग, യോജിപ്പിക്കുക. साहिल की आंखें, करेक्ट आंसर, बीर बहूटी की तरह लाल. चलती बीर बहूटियां, चलती फिरती खून की प्यारी प्यारी बूंदे. साहिल के आंसू बारिश की बूंदे. साहिल की चोट बीर बहूटी का रंग.
പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കൊടുത്തിരിക്കുന്ന ബീർബഹൂട്ടി എന്നുള്ള പാഠത്തിലെ യോജിപ്പിക്കാം മിലാൻ കരേ എന്നുള്ള ഭാഗം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന്, അതായത് ബീർബഹൂട്ടിയുടെ പല ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ്. ഇതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ടെക്സ്റ്റ് ബുക്കിന്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിലും വരാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മാച്ച് ദ ഫോളോയിങ് വരാറുള്ളത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. क्वेश्चन नंबर 2, प्रत्येक की तुलना किसके साथ की गई है लिखे. ഓരോന്നും ഏതുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നു എഴുതാം. 1, साहिल की लाल आंखों की तुलना बीरबहूटी से की गई है. 2, चलती बीरबहूटियों की तुलना खून की प्यारी बूंदों से की गई है. 3, साहिल के आंसुओं की तुलना बारिश की बूंदों से की गई है. 4, साहिल की चोट के रंग की तुलना बीरबहूटी के रंग से की गई है. അതായത് നമ്മൾ നേരത്തെ പഠിച്ച മാച്ച് ദ ഫോളോയിങ് അതിനെ നമ്മളിവിടെ സെന്റൻസ് ആക്കിയിട്ട് കൃത്യമായിട്ട് യോജിപ്പിച്ച് സെന്റൻസ് ആക്കി എഴുതിയിരിക്കുകയാണ്. സാഹിൽ की लाल आंखों की तुलना ബീർബഹൂട്ടി സെ കി ഗയി ഹെ. സാഹിലിന്റെ ചുവന്ന കണ്ണുകളെ ബീർബഹൂട്ടിയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. 2, ചൽത്തി ബീർബഹൂട്ടിയോ കി തുലന ഖൂൻ കി പ്യാരി ബൂന്തോ സെ കി ഗയി ഹെ. ഇഴഞ്ഞു നീങ്ങുന്ന ഇന്ദ്രഗോപങ്ങളെ രക്തത്തുള്ളികളോട് താരതമ്യം ചെയ്തിരിക്കുന്നു. സാഹിൽ കെ ആസുവോ കി തുലന സാഹിലിന്റെ കണ്ണുനീരിനെ ബാരിഷ് കി ബൂന്തോ സെ കി ഗയി ഹെ മഴത്തുള്ളികളുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. साहिल की चोट के रंग की तुलना ബീർബഹൂട്ടി के रंग से की गई है. സാഹിലിന്റെ മുറിവിനെ ബീർബഹൂട്ടിയുടെ ഇന്ദ്രഗോപത്തിന്റെ നിറത്തോട് താരതമ്യം ചെയ്തിരിക്കുന്നു. ഘടനാओं के आधार पर पटकथा तैयार करें. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓരോ പാരഗ്രാഫ് വെച്ചും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. അടുത്തത് 5ാമത്തെ ചോദ്യം, अपनी किसी दोस्ती की याद पर टिप्पणी लिखे. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു ടിപ്പണി കുറിപ്പ് തയ്യാറാക്കാനാണ്. ഉത്തരം, ജബ് മേ പ്രാഥമിക് പാഠശാല മേ പഠിത്താ ഥാ. ഞാൻ LP ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മേരാ ഏക് ദോസ്ത് ഥാ. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. നാം ഥാ ഉസ്കാ സഞ്ജു. അവന്റെ പേര് സഞ്ജു എന്നായിരുന്നു. സഞ്ജു ബഹുത് അച്ഛാ ലഡ്കാ ഥാ. അവൻ വളരെ നല്ല കുട്ടിയായിരുന്നു. ഉസ്കാ ഘർ ഗാവ് കെ ദൂസരി തരഫ് ഥാ. അവന്റെ വീട് ആ ഗ്രാമത്തിന്റെ എതിർവശത്തായിരുന്നു. സ്കൂൾ ആത്തേ സമയ സടക് പർ ഹം മിൽത്തേ ഥേ. സ്കൂളിലേക്ക് വരുമ്പോൾ റോഡിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയിരുന്നത്. ഫിർ ഹം സാത്ത് സാത്ത് സ്കൂൾ ചലത്തേ ഥേ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. കക്ഷാ മേ സാത്ത് സാത്ത് ഹി ബൈഠ്തേ ഥേ. ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇരുന്നിരുന്നത്. അവർ ഖാനാ ഭി ബാണ്ട് കർ ഖാത്തേ ഥേ. ഞങ്ങൾ ഭക്ഷണം വീതിച്ചാണ് കഴിച്ചിരുന്നത്. ഉസ്കി മാ സേ കി ബനി ഖാന മുझे बहुत अच्छा लगता था. അവന്റെ അമ്മയുണ്ടാക്കിയിരുന്ന ഭക്ഷണം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. വഹ് പടായി മേ മേരി മദത് കർത്താ ഥാ. അവൻ പഠിത്തത്തിൽ എന്നെ സഹായിക്കുമായിരുന്നു. ചൗത്തി തക് ഹം ഏക് സാത്ത് രഹേ. 4ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നു. 5വീ മേ ആനെ പർ വ ദൂസര സ്കൂൾ ചലാ ഗയ. 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും അവൻ വേറൊരു സ്കൂളിലേക്ക് മാറി. അബ് മേ ഉസ്സെ മിൽ നഹി പാ രഹാ ഹൂം. ഇപ്പോഴെനിക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. പ്രാഥമിക് പാഠശാല की हमारी वह दोस्ती मेरे मन में अब भी ताज़ा है. ആ പ്രൈമറി ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അത് ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. प्यारे बच्चों, किताब के अनुवर्ती कार्यों में पटकथा एक एक अनुच्छेद के आधार पर अगली वीडियो में दिया जाएगा और उसके साथ ही परसर्ग युक्त शब्द भी सीखना है. ग्रामर पोर्शन वो भी आपको अगली वीडियो में दिया जाएगा. ये बातें आज आपको मालूम हो गया होगा. सबको बहुत बहुत धन्यवाद.